ആലപ്പുഴ നഗരസഭ പള്ളാത്തുരുത്തി വാർഡിൽ ജനകീയാരോഗ്യ കേന്ദ്രം തുറന്നു. ഇസ്ലാം MLA ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭ പള്ളാത്തുരുത്തി വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെ നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. നഗരത്തിൽ 7ാമത്തെ ജനകീയാരോഗ്യ കേന്ദ്രമാണ് പ്രവർത്തനം തുടങ്ങിയത്. പള്ളാത്തുരുത്തി കന്നിട്ട ജെട്ടിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച നഗര ജനകീയാരോഗ്യ കേന്ദ്രം അമ്പലപ്പുഴ MLA ഇസ്ലാം നാടിന് തുറന്നുകൊടുത്തു. നഗരസഭാധ്യക്ഷ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. പ്രാഥമിക ചികിത്സയ്ക്കും രോഗപ്രതിരോധത്തിനും അടിസ്ഥാന ആരോഗ്യ സംരക്ഷണത്തിനും നഗരത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ ജനറൽ OP, ലാബോറട്ടറി, ജീവിതശൈലി രോഗനിർണയം, ഗർഭിണികളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിചരണം എന്നീ ക്ലിനിക്കൽ സേവനങ്ങൾ സജ്ജമാണ്. രോഗവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറുമായി ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യം, ഗുരുതര രോഗങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിച്ച് തുടർ ചികിത്സാ നിർദ്ദേശങ്ങളും റഫറൽ സേവനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഗർഭകാല പരിചരണം സുഗമമായി നടപ്പാക്കാൻ ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള വിവിധ സേവനങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ ലഭ്യമാകും. ഉച്ചയ്ക്ക് 1 മണി മുതൽ 7 മണി വരെ OP സമയം ക്രമീകരിച്ചിരിക്കുന്ന ക്ലിനിക്കിൽ ഒരു ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഫാർമസിസ്റ്റ്, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർ എന്നിവരെയാണ് പ്രാഥമിക ഘട്ടത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികൾ, അതിൽ ഉടമസ്ഥന്മാരുടെ പേര് പതുക്കെ നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. മറ്റു പല മേഖലയിലെയും വ്യവസായികളായി നിന്ന ആളുകൾക്കെല്ലാം മിക്കവാറും കേരളത്തിൽ ഹോസ്പിറ്റലുണ്ട്. ഇന്ത്യയിലെ വൻകിടക്കാരായ വ്യവസായികൾക്കെല്ലാം ഇന്ത്യയിൽ പല സ്ഥലത്തും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ആ വ്യവസായികൾ ആ രംഗത്തേക്ക് വന്നെന്ന് പറഞ്ഞാൽ മറ്റു പല മേഖലയ്ക്കകത്തെയും ഒരു വ്യവസായം പോലെ തന്നെ അവർ കാണുന്നൊരു മേഖലയായി കേരളത്തിലെ ഈ മെഡിക്കൽ രംഗത്തെ കാണാം. ഇപ്പോൾ എറണാകുളത്തൊരു ഹോസ്പിറ്റൽ എനിക്ക് നേരിട്ടറിയാം. ഒന്നല്ല ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരെണ്ണം എലിപ്പനി വന്ന് ഇത്തിരി സീരിയസ് ആയി ആളുകൾ പെട്ടെന്ന് കൊണ്ടുപോകണം പറയുമല്ലോ. അങ്ങനെ കുറച്ച് പേര് നടപ്പെടും നമ്മുടെ നാട്ടിൽ. കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോകാൻ പറഞ്ഞവൻ കാണില്ല. കൊണ്ടുപോയ ആളും വീട്ടുകാരും മാത്രമേ അവസാനം കാണുള്ളൂ. ബില്ലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എറണാകുളത്തൊരു ഹോസ്പിറ്റലിൽ പേര് പറയുന്നത് തന്നെ ആയിരിക്കും നല്ല ആസ്റ്റർ ഹോസ്പിറ്റലാണ്. നല്ല ഹോസ്പിറ്റൽ നമ്മളതിൽ പലരും പറയും. പേര് പറഞ്ഞൊക്കെ എന്തായാലും പേര് പറയാതിരിക്കുന്ന ഒരു സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമുണ്ട് ഞാൻ പറയാം. എലിപ്പനി ബാധിച്ച് അവിടെ കൊണ്ടുപോയി ഒരു രോഗിയെ 28 ദിവസം ചികിത്സിച്ചു. ആള് മരണപ്പെട്ടു. രാത്രി വെളുപ്പിനെ ഒരു 5:30 ആയപ്പോൾ എന്നെ വീട്ടിൽ വന്ന് കുറച്ചൊരു ചെറുപ്പക്കാരൊന്ന് വിളിച്ചുണർത്തി പറഞ്ഞ് അവിടെ ഒന്ന് വിളിക്കണം, മൃതദേഹം വീട്ടിൽ കിട്ടാനൊന്ന് ഇടപെടണം, ഇത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവരൊരു ബാക്കി പൈസ ഒരു 5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ഞാനപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എത്ര രൂപ കൊടുത്തു? അത് നിങ്ങൾ ആധാരം കൊണ്ടുപോയി പണയപ്പെടുത്തി 14 ലക്ഷം രൂപ അടച്ചു. 5 ലക്ഷം കൊടുക്കാറുണ്ട്. അപ്പോൾ എത്രയായി? 19 ലക്ഷം രൂപയായി. എലിപ്പനി ബാധിച്ച് ആട് മരണപ്പെട്ടു പോയി. 28 ദിവസം ചികിത്സിച്ചു. ബില്ല് വന്നത് 19 ലക്ഷം രൂപയാണ്.